പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഭൂതപ്രേത പിശാചുക്കളിൽ അശേഷം വിശ്വാസമില്ല. അല്ലെങ്കിൽ ദൈവവിശ്വാസമേ എനിക്കുള്ളൂ, അന്ധവിശ്വാസമില്ല. സത്യത്തിൽ വിശ്വാസം എന്ന വാക്കിൽ തന്നെ അന്ധവിശ്വാസം എന്ന അർത്ഥം കൂടി കുടികൊള്ളുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ സത്യമായുള്ളൂ എന്നും അതിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നും പറഞ്ഞിരുന്ന അതിഭൗതികവാദികൾക്ക് പോലും ദൃഷ്ടിഗോചരമല്ലാത്ത അനുഭവവേദ്യം മാത്രമായ രോഗാണുക്കളടക്കമുള്ള ശക്തിവിശേഷങ്ങളിൽ വിശ്വസിക്കേണ്ടി വരുന്നു. മാത്രമല്ല, അവരും ഒരുതരം അന്ധവിശ്വാസികളാണ് താനും. എന്തൊക്കെ ആയിരുന്നാലും ചില വിശ്വാസങ്ങൾ നമ്മളിൽ സ്വാധീനമുണ്ടാക്കും. ഇത്തരം വിശ്വാസങ്ങളാവാം പലപ്പോഴും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് പോലും. ഈ വിശ്വാസങ്ങളെ എതിർക്കുന്നവർക്ക് പോലും പലപ്പോഴും സത്യമെന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആദിയും അന്ത്യവും മന്ത്രത്തിൽ അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന കൈപ്പശ്ശേരി മനയിലെ കുട്ടൻ തന്ത്രി മന്ത്രവാദത്തിലൂടെ ഏത് സമസ്യയ്ക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നു. നമ്മളുടെ ഭൂമിയും ജീവജാലങ്ങളും ഒക്കെ ഉണ്ടായ അന്ന് തൊട്ട് ഓരോ രോഗങ്ങളും ഉണ്ട്. അന്ന് തൊട്ട് മാനസിക രോഗങ്ങളും ഉണ്ട്. അന്ന് മാനസിക രോഗത്തിന് ഒരു കാരണവശാലും ഒരു രീതിയിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത സമയമാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കാലസ്ഥിതിയിൽ ആയുർവേദത്തിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും ധാരാളം മെഡിസിൻസും ക്യാപ്സൂൾസും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ രോഗവിമുക്തിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി മെഡിസിൻസ് കൂടുതലായിട്ട് മാനസിക രോഗത്തെ മാറ്റുകയല്ല, മനുഷ്യനെ സപ്രസ് ചെയ്ത് ഒതുക്കുകയാണ്. അവൻ്റെ നാഡികളെ അല്ലെങ്കിൽ അവൻ്റെ ഞരമ്പുകളെ അല്ലെങ്കിൽ അവൻ്റെ വികാരങ്ങളെ അവൻ്റെ വിവേകങ്ങളെ ഈ അതിശക്തിയുള്ള മാരകമായ മരുന്നുകളും ഗുളികകളും കൊടുത്ത് അവനെ തളർത്തി അവനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവനെ എത്തിക്കുന്നതാണ് ഇപ്പോഴത്തെ ചികിത്സാ സമ്പ്രദായം. പക്ഷേ പൂജാവിധി അനുസരിച്ചോ അല്ലെങ്കിൽ താന്ത്രിക രീതി അനുസരിച്ചോ ഒരു മരുന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. മനനാൾ ത്രായതേതി മന്ത്ര, ആ മന്ത്രമാണ് അദ്ദേഹത്തിലേക്ക് പ്രയോഗിക്കണേ. അതിനകത്ത് മരുന്നിന് സ്ഥാനമില്ല. ഈ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് ആദ്യകാലത്തും അങ്ങനെയുള്ള പ്രകൃതിയുമായി ഇണങ്ങിയ, സൂര്യനുമായി ഇണങ്ങിയ, ഈശ്വര ചൈതന്യവുമായി ഇണങ്ങിയ ചികിത്സാ രീതികളാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇന്നും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. മാനസിക രോഗികൾ പലവിധമുണ്ട്. മാനസിക രോഗികൾ ദാമ്പത്യപരമായ വിഷയങ്ങൾ കൊണ്ട്, സാമ്പത്തികപരമായ വിഷയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ട് പേടിച്ച് ഭയപ്പെട്ട് അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് തരം കേസുകളുണ്ട്. നമ്മൾ ആ വ്യക്തി വരുന്ന അസുഖം, ആ വ്യക്തിയുടെ ഏത് സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് അവനിൽ നമ്മൾ വേണ്ട രീതിയിൽ പഠനം നടത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ സംസാരിച്ചിരുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പൂജാവിധിയിലേക്ക് കിടക്കൂ. അതായത് ജാതകവശാൽ അവന് ജനിക്കുമ്പോൾ ഗ്രഹമൗഢ്യമില്ലാത്ത സമയത്താണ് ഈ രോഗം വരുന്നത് എങ്കിൽ, ജാതകവശാൽ അവന് യോഗം ഇല്ല, ഈ രോഗത്തിന് യോഗമില്ല എങ്കിൽ ഒരു കാരണവശാലും അവനൊരു പൂർണ്ണ രോഗിയായിരിക്കില്ല. ആ രോഗം നിഷ്പ്രയാസം നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് നവഗ്രഹങ്ങളെ കൊണ്ടും ഈശ്വര ചൈതന്യങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും. അതായത് മന്ത്രത്തെക്കുറിച്ച് വരുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രത്തിൻ്റെ ധ്വനി ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക പ്രവാഹത്തിൽ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തേക്ക് തട്ടുമ്പോൾ അവിടെ ലഭിക്കുന്ന ആ പ്രതിഫലനം, ആ സ്പന്ദനം, അതമാണ് ഒരു പരിധിവരെ ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഹിപ്നോട്ടിസ് ചികിത്സ നടത്തുന്നുണ്ട്. ഹിപ്നോട്ടിസ് ചികിത്സ നടത്തുമ്പോൾ രോഗികളോട് ഡോക്ടർ പറയും, നീ ഉറങ്ങുകയാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ദേ ഉറക്കം വന്നു, ഉറങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്ന ആ സംഭവം ന അക്ഷരം നാസ്തി മന്ത്ര, മന്ത്രമല്ലാത്ത ഒരക്ഷരവുമില്ല. അപ്പം എല്ലാം മന്ത്രം തന്നെയാണ്. ആദ്യവും അന്ത്യവും മന്ത്രത്തിൽ അവസാനിക്കും.
ജാതകം, പ്രശ്നം എന്നിവ പരിശോധിച്ചാണ് വിഷയങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം അതിനാവശ്യമായ കർമ്മങ്ങൾ ഒരുക്കുന്നു. ഈ കർമ്മങ്ങളിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. ചില അവസരങ്ങളിൽ കർമ്മങ്ങൾ ആവശ്യമായി വരാറില്ല. മാനസിക രോഗിയായി കഴിഞ്ഞാൽ അവനെ ആ മാനസിക രോഗിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളും കുടുംബക്കാരും വീക്ഷിക്കുന്നതിന് അവന് രോഗം കൂട്ടാനുള്ള ഇതുണ്ടാവും. അവൻ്റെ അതായത് ഒരു മാനസിക രോഗിയെ 40 വയസ്സായുള്ള ഒരു വ്യക്തി 5 വയസ്സിലേക്ക് വന്നാൽ 5 വയസ്സുകാരനായിട്ട് നമ്മൾ മാറുമ്പോൾ അവൻ നമ്മുടെ കളിക്കൂട്ടുകാരനാവും. നമ്മൾ 5 വയസ്സിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ട് വരണം. വരുന്ന വഴിയോടെ എപ്പോഴും തിരിച്ചു പോകുമ്പോഴേ അവൻ ഒറിജിനലായിട്ടുള്ള ബോധ മനസ്സിലേക്ക് എത്തുള്ളൂ. ഉപബോധ മനസ്സിൽ തന്നെ നമ്മൾ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ എപ്പോഴും ആ റിയൽ ലൈഫ് അവൻ കാണുന്നില്ല. ആ 5 വയസ്സിൽ തുടങ്ങി അവനെ 30 വയസ്സിലേക്ക് നമ്മൾ എത്തിക്കണം. ആദ്യം അവനെ സ്നേഹിച്ച് അവൻ്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അവൻ്റെ മനസ്സിനെ തൊട്ടറിഞ്ഞ് അതിനുശേഷം അവന് വേണ്ട രീതികൾ എന്തൊക്കെയാണെന്ന് കുടുംബക്കാർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ ഒപ്പം തന്നെ അവൻ ആ സമയത്ത് അങ്ങനെ ഒരു രോഗത്തിന് യോഗമുണ്ടോ യോഗമില്ലയോ, യഥാർത്ഥമായിട്ട് യോഗമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിന് നമ്മുടേതായി നിൽക്കുന്ന ഞങ്ങളുടേതായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് ചികിത്സ വേണ്ടത് വെച്ചാൽ ആ ചികിത്സയിലേക്ക് ഞങ്ങൾ ശ്രമിക്കും. അത് ജാതകം നോക്കി പ്രശ്നം നോക്കി എന്താണ് വിഷയങ്ങൾ കണ്ടുപിടിച്ച് അതിനെന്തൊക്കെ പൂജകളാണ് വേണ്ടത്, അതിന് പൂജകൾ വേണോ, പൂജ വേണ്ടതാണോ, അതോ നിസ്സാര കേസേ ഉള്ളോ, എന്തായാലും അതിലേക്ക് അവനെ കൊണ്ടുവന്നത് ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കും. മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ക്രിക്കറ്റ് മഞ്ച് സ്റ്റൈൽ മാച്ചിന്റെ അവസാനം ഘട്ടം ജയിക്കാൻ വേണം കേവലം